നല്ലൊരു മട്ടൻ ഗ്രേവി ആയിട്ടൊന്നും ഉണ്ടാക്കണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഫസ്റ്റ് തന്നെ നമ്മൾ മട്ടൻ വേവിച്ചെടുക്കുക. മട്ടന് കുറച്ച് വേവുണ്ടല്ലോ, അതുകൊണ്ട് മട്ടൻ നന്നായി അങ്ങ് വേവിച്ചെടുക്കുക കേട്ടോ. കുക്കറിൽ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ ചേർക്കുക. അതൊക്കെ ഇട്ടിട്ട് നന്നായി അങ്ങ് വേവിച്ചെടുക്കുക. അതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ സവാള എത്രയാണ് നമ്മൾ മട്ടൻ എടുത്തിരിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് സവാള നീളത്തിൽ അരിഞ്ഞിട്ട് കട്ട് ചെയ്ത് നന്നായി ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ നമ്മൾ 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതും നന്നായി ഫ്രൈ ആക്കി എടുക്കുക. അതെല്ലാം ആയതിനു ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് ഫ്രൈ ആവട്ടെ. പച്ചമണെല്ലാം പോകുന്നത് വരെ നമുക്ക് നന്നായി അങ്ങ് ഇളക്കിയെടുക്കാം. ഇനി ഇതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം നമ്മുടെ മട്ടൺ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ കറിയിൽ ഞാൻ മട്ടനും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഉപ്പും എരിവൊക്കെ നോക്കാം. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതൊന്ന് വെള്ളം വറ്റണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് എല്ലാം സെറ്റായി നമ്മുടെ കറി റെഡി ആയിട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ.